ഇന്ന് നമ്മൾ തേങ്ങ അരച്ച പുതിയാപ്ലക്കോര കറി വെക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ നന്നാക്കിയെടുത്ത പുതിയാപ്ലക്കോര വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയത്, അതിനകത്തേക്ക് ഒരു 5-8 കുഞ്ഞുള്ളി പൊളിച്ച് കഴുകിയെടുത്തതാണ്. അത് നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച്, ഒരു സവാള ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു തക്കാളിയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് കുടംപുളിയാണ്. കുടംപുളി കഴുകിയെടുത്തിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഇടണം. കാരണം പിഴുപുളിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിനകത്ത് പുളിരസം കിട്ടും. ഇത് വഴറ്റിയെടുക്കുന്നതിനകത്തോട്ട് ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കാരണം കാശ്മീരി ചില്ലി പൗഡർ ആയത് കാരണം അതിന് മാത്രം എരിവുണ്ടാവില്ല. നമ്മൾ അരച്ചതിനകത്തും ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. അതിന് ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുടംപുളി കഴുകിയത് എടുത്തിട്ടതിന് ശേഷം നമ്മൾ അരച്ച അരപ്പും കൂടെ ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. കാരണം കുടംപുളിയിലെ പുളിരസം നമുക്ക് ഇതിനകത്തോട്ട് ഊർന്ന് വരണമെങ്കിൽ നല്ലപോലെ വെന്ത് ഇതിനകത്തോട്ട് ആ പുളി വരുമ്പോഴേ ആ ടേസ്റ്റ് കറിക്കാൻ വരുള്ളൂ. അപ്പോൾ അതുപോലെ നല്ലപോലെ അങ്ങോട്ട് ഒരുപാട് വെള്ളം വെക്കാൻ വേണ്ട, എന്നാൽ വെള്ളം കുറച്ച് വേണം താനും. അതിനകത്തോട്ട് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിക്കണം. അതിലോട്ട് ചേർക്കാൻ വേണ്ടി 3 കതുപ്പ് കറിവേപ്പില എടുത്തിട്ട് അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് നല്ലപോലെ ഇളക്കി നല്ലപോലെ തിളയ്ക്കണം. നല്ല തിളയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് നമ്മുടെ കുടംപുളിയുടെ പുളിരസം അങ്ങോട്ട് അതിനകത്തോട്ട് ഇറങ്ങുമ്പോഴാണ് ആ കറിക്ക് ആ ടേസ്റ്റ് ഇങ്ങോട്ട് വരുന്നത്. ഇന്ന് ഞാൻ കുടംപുളി ഇട്ടത്, വേണമെങ്കിൽ ഒരു നുള്ളി പുളിയും കൂടെ ചേർത്ത് കലക്കി വെക്കാമെങ്കിൽ കുഴപ്പമില്ല, ശകലം. പക്ഷെ ഒരുപാട് പുളിയാവുന്നത് നല്ലതല്ല. ഈ മീൻ അധികം കണ്ടമാനം പുളി പിടിക്കാൻ പാടില്ല. കണ്ട് നല്ലപോലെ ഒന്ന് വേവുന്നിടം, കുടംപുളി വേവുന്നിടം വരെയും നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിളച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് പിന്നെ നമ്മൾ കഴുകി വെച്ചേക്കുന്ന മീനും കൂടെ നല്ലപോലെ തിളയായതിനു ശേഷം മീൻ ഇതിനകത്ത് കണ്ടമാനം കിടന്നങ്ങ് വെന്ത് ഉടയാനും പാടില്ല. അതിന് ശേഷം മീനൊക്കെ കൂടെ പറക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം അധികം നല്ല സിം പരുവത്തിലിട്ടൊന്ന് വേവിച്ചിട്ട് ഇറക്കി വെച്ചാൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് മീൻകറി റെഡിയാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുപോലെ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക. ബൈ.